നമുക്ക് റിക്കവറിക്ക് സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് റിക്കവർ ആവും. അതെ. പക്ഷെ നമ്മളതിന് ഒരു നേർച്ച നേർന്നതിന്റെ ഫലമായിട്ടാണെന്ന് നമ്മളതിനെ വിശ്വസിക്കും. അതെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, പ്രോബബിലിറ്റി ഉണ്ട്. വിശ്വസിപ്പിക്കാനായിട്ട് നമ്മളെ ചുറ്റും ആളുകളും. എന്താണ് യഥാർത്ഥത്തിൽ ക്ഷേത്രാരാധനയാണോ അതോ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ മെച്യൂർ ചെയ്യേണ്ടത് വേറെ എന്തെങ്കിലും? അതിനിപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പ്രതിഷ്ഠ കണ്ണാടിയാണ് ചെയ്തത്. സോ യു ആർ സെയിങ് ടു യുവർ മൈൻഡ്, ഐ വോണ്ട് ടു ഗെറ്റ് ദിസ് വിഷ് ഫുൾഫിൽ. ആ രീതിയിൽ കർമ്മം ചെയ്യുമ്പോഴത്തേക്കുണ്ടെങ്കിൽ നടക്കും. നമുക്ക് നല്ലതാണെങ്കിൽ അത് വന്നിരിക്കും. അപ്പം അതിനാണ് ഈ ഗുരു എനർജി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലേക്ക് എത്തുമ്പോഴാണ് അൾട്ടിമേറ്റ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷെ അതിപ്പോൾ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിലാണ് നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമ്പോഴുള്ള ഒരു റിസൾട്ട് എന്തെന്ന് വെച്ചാൽ, നമ്മളിൽ വന്ന പരിവർത്തനം നമ്മൾ ജീവിക്കുന്ന രീതി കാണുമ്പോഴത്തേക്ക് പലർക്കും മറ്റുള്ളൊരു ഇൻഫ്ലുവൻസ് ആവും. ഇറ്റ് ഈസ് കണ്ടേജിയസ്. പിന്നെ എത്തുന്ന ഡയറ്റിയുടെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്നത് എനിക്കാണ് ഇപ്പം ദൈവം ഇതെല്ലാം തരാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയത എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ അതിൻ്റെ ആദ്യ ചവിട്ടുപടി എന്ന് പറയുന്നത് ക്ഷേത്രമാണെന്നാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ. അതെ, എനിക്കും തോന്നുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരാൾ മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ ആദ്യ പടി നമ്മളെല്ലാം കണക്കാക്കുന്നത് ഇയാൾ ക്ഷേത്രത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വളരെ കാലമായിട്ടുള്ള ഒരു ശീലമായിട്ട് ആളുകൾ കാണുന്നു. ഓരോ തലമുറകളും ഇതിങ്ങനെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു, ഫോളോ ചെയ്ത് വരുന്നു. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള സ്പിരിച്വാലിറ്റി എന്താണ് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ് അല്ലേ? ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരു സംസ്കൃതത്തിൽ ഞാൻ ഈ അടുത്ത് കേട്ട ഒരു സംഭവമാണ്. ടേം എനിക്കറിയത്തില്ല. അതായത് മനുഷ്യൻ എന്ത് തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളൊരു അവസ്ഥയിൽ ക്ഷേത്രത്തിൽ ചെന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മനസ്സിനൊരു അപ്ലിഫ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ഒന്ന് പാച്ച് ചെയ്ത ഒരു കംഫർട്ട്, അത് മാനസികമായിട്ടായിരുന്നാലും ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും പണ്ട് കാലം മുതൽ നമ്മൾ നേർച്ചകൾ നേറി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ആൻസെസ്ട്രലായിട്ട് തന്ന ബിലീഫ്സാണ്. നമുക്ക് റിക്കവറിക്ക് സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് റിക്കവർ ആവും. അതെ. പക്ഷെ നമ്മളതിന് ഒരു നേർച്ച നേർന്നതിന്റെ ഫലമായിട്ടാണെന്ന് നമ്മളതിനെ വിശ്വസിക്കും. അതെ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, പ്രോബബിലിറ്റി ഉണ്ട്. വിശ്വസിപ്പിക്കാനായിട്ട് നമ്മളെ ചുറ്റും ആളുകളും ഉണ്ട്. കുട്ടിയിലെ തന്നെ ഈ ഒരു ജ്ഞാനം എല്ലാവരിലേക്കും വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ക്ഷേത്രാരാധനയ്ക്ക് വലിയ വില കൊടുക്കുന്നതാണ്. വീട്ടിൽ വിളക്കെത്തിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, രാവിലെ വൈകുന്നേരം ഒരു ചിട്ടയായ. അപ്പോൾ ഇത് പ്രായപൂർത്തിയായവർ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടികളെയും കൊണ്ടുപോവുകയാണ്. പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള ഒരു ജ്ഞാനം അവർക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരിൽ ഈ ക്ഷേത്ര ദർശനം, അവിടെ ചെന്നാൽ ഒരു കാര്യസാധ്യം കിട്ടുമെന്നുള്ള ഒരു ആ സീഡ് ഇടുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ക്ഷേത്രാരാധനയാണോ അതോ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ മെച്യൂർ ചെയ്യേണ്ടത് വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇപ്പോഴത്തെ ഗുരുക്കന്മാരുടെ സാന്നിധ്യങ്ങൾ, എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞു വയ്ക്കുന്നത് ഉള്ളിലേക്ക് നോക്കാനാണ് അല്ലേ? ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഉള്ളിലേക്ക് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ പ്രകാശം തെളിയുന്നത്, ആ സമയമാണ് നിങ്ങൾ യഥാർത്ഥ ആത്മീയതയിലേക്ക് എത്തുന്നത്. അപ്പോൾ പിന്നെ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര ദർശനം തന്നെ വേണം എന്ന് വേണ്ടാത്ത രീതിയിൽ അടുത്തൊരു പടിയാണ് ഗുരുക്കന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക്. അതെ അല്ലേ? അതെ. അല്ല, അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു വെക്കാമെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് ഒരു സമയമാകുമ്പോഴത്തേക്കും ഒരു ഗുരു അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ആകസ്മികമായി കടന്നു വരും. അപ്പം അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ സോൾസിന് ഈ ഗുരു വന്നു കഴിയുമ്പോൾ അവർ പിന്നെ വേറൊരു റിയലൈസേഷനിലേക്ക് എത്തും. ഈ ക്ഷേത്രാരാധനയേക്കാൾ മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നിൽ തന്നെയുള്ള ആത്മീയതയിലാണ് എന്നുള്ളത് ഒരു മിറർ കൊണ്ടുവരുന്ന. അതെ. അതിനിപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പ്രതിഷ്ഠ കണ്ണാടിയാണ് ചെയ്തത്. അപ്പം കണ്ണാടിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പ്രതിഫലനമാണ് കാണുന്നത്. അപ്പം ഗുരു അന്ന് പറഞ്ഞു വെച്ചതാണ്, ഉള്ളിലേക്ക് നോക്കൂ, നിങ്ങളിൽ തന്നെയാണ് ദൈവം കുടിയുള്ളത്. അതൊരു വലിയ ഡെപ്തുള്ള നോളജാണ് അന്ന്. പക്ഷെ അതിലേക്ക് ആളുകൾക്ക് എത്താനുള്ള ആ അറിവില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലും ഗുരുക്കന്മാരുണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിന് കുറച്ചും കൂടെ ഗുരുക്കന്മാരിലേക്ക് കണക്ട് ആകാനുള്ള വഴികൾ കൂടുതലാണ്. അതെ. ഇപ്പൊ നേരത്തെ അമൃത് പറഞ്ഞ പോലെ ക്ഷേത്ര ദർശനം ചെയ്ത് കഴിഞ്ഞാൽ കാര്യസാധ്യം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു.
പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെന്ന് നിന്നിട്ട് ഈ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ഉള്ളിൽ നിന്നൊരു സങ്കല്പം എടുക്കുകയാണ്. സോ യു ആർ സെയിങ് ടു യുവർ മൈൻഡ്, ഐ വോണ്ട് ടു ഗെറ്റ് ദിസ് വിഷ് ഫുൾഫിൽ. അപ്പൊ ആ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ മാനിഫെസ്റ്റ്. പ്രകൃതി തന്നെ ആ ഒരു അവസ്ഥയിലേക്ക്. പക്ഷെ എത്രത്തോളം നിങ്ങൾ നിങ്ങളിൽ പോളിഷ് ചെയ്യും, അതനുസരിച്ചായിരിക്കും അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അതായത് നിങ്ങളിപ്പോൾ യോഗ പരിശീലനത്തോടെയും മെഡിറ്റേഷനിലൂടെയും പ്രാണായാമം അങ്ങനെയുള്ള നമ്മുടെ പുരാതന ഋഷിവര്യന്മാർ പറഞ്ഞു തന്ന ആ വഴിയിലേക്ക് നിങ്ങൾ തിരിയുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇൻ മൈൻഡ് ഉണ്ടാവും. അതായത് മൈൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയി വരും. ആ സമയം നിങ്ങൾ എടുക്കുന്ന സങ്കല്പങ്ങളെല്ലാം പൂർത്തീകരിക്കും. അത് മാനിഫെസ്റ്റ് ചെയ്യും. അതിനാണ് ഇപ്പൊ പറഞ്ഞ പോലെ പ്രകൃതി സഹായിക്കുമെന്ന് പറയുന്നത്. അപ്പൊ ആ സങ്കല്പം എങ്ങനെ എടുക്കാം എന്നൊക്കെ ഉള്ള ഒരു അറിവ് ഇനിയിപ്പോ തലമുറകൾക്ക്, അത് ഇപ്പോഴുള്ള ആളുകൾക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു തലങ്ങളിലേക്ക് വരും തലമുറയായിരുന്നാലും ക്ഷേത്ര ആരാധനാ സമ്പ്രദായത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ ആ ഒരു തലത്തിലേക്ക് ഒരു സ്റ്റെപ്പ് ഉയരേണ്ടതുണ്ട് അല്ലേ? അതെ അതെ അതെ. പക്ഷെ അതെല്ലാവരും ഉയരുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. കാരണം ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ്. ഇപ്പൊ ക്ഷേത്രങ്ങൾ എടുത്താൽ തന്നെ ക്ഷേത്രങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിന്റെ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ അവിടെ ആത്മീയതയുടെ ആ ഒരു അംശം കുറഞ്ഞു പോവുകയും വേറെന്തോ കാര്യങ്ങളിലോട്ട് നയിക്കുന്ന ഒരു അവസ്ഥയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെയും നമ്മൾ കാണുന്നത് എന്താണ്? തള്ളലും ഉന്തലും. പിന്നെ എത്തുന്ന ഡയറ്റിയുടെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്നത് എനിക്കാണ് ഇപ്പൊ ദൈവം ഇതെല്ലാം തരാൻ പോകുന്നത്. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ആളുകളുള്ളത്. അടുത്ത് നിൽക്കുന്നവൻ എന്ത് പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാമാണ് അവരുടെ മൈൻഡ് സെറ്റ്. അപ്പൊ അതെല്ലാം മാറി. അതൊന്നും അല്ല, അതൊരു ഇല്യൂഷനാണ്. അതിനേക്കാളും ഒക്കെ ഉപരി ആത്മീയതയ്ക്ക് വേറെ തലങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സമാധാനവും സന്തോഷവും പിന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഒരു സങ്കല്പമായിട്ട് നിങ്ങൾക്ക് എടുത്ത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് ആ തിരിച്ചറിവാണ് ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് ഇവർ എത്തണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. ഇപ്പോൾ പല ഗുരുക്കന്മാർ പല രീതിയിലാണ് കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, അതിൽ വളരെ വാല്യൂഡ് ആണ്. അതായത് നമുക്കൊരു ഗുരുവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആകസ്മികമായിട്ട് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഒരു സമയം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ഗുരു വരും. ആ ഗുരുവിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവും. അപ്പോൾ ഗുരു പറയുന്ന കാര്യങ്ങളിലേക്ക് വേണം. അത് ഈ ജന്മത്തിൽ ഉണ്ടാവുകയും വേണം. സിദ്ധയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഭക്തി, കർമ്മ, ജ്ഞാനമാർഗം, സന്യാസം, ഇതെല്ലാം ഒരാളുടെ ജീവിതത്തിലും കടന്നു പോകാം. ഉദാഹരണത്തിന് ഭക്തിമാർഗം തന്നെ എടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ജ്ഞാനമാർഗം എന്ന് പറയുന്നത് മാത്രം അത് ഡയറക്റ്റ് ജ്ഞാനമാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ആദ്യമേ വന്ന് പെടുന്നത് നമ്മളെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് കടക്കാതെ ഡയറക്റ്റ് ഗുരുപാതയിലേക്ക് എത്തുന്ന ആളുകൾ. ഈ ക്ഷേത്രം എന്ന് പറയുന്നിടത്ത് തന്നെ ഒരുപാട് ചിട്ടകളുണ്ട്. ചിട്ടകളാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത് അല്ലേ? ക്ഷേത്ര ദർശനമായിരുന്നാലും ക്ഷേത്രത്തിൽ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ. ഈ അനുഷ്ഠാനങ്ങൾ എടുത്താൽ തന്നെ കാലത്തെ കുളിപ്പിക്കുന്നത്, ഐഡലിനെ വൃത്തിയാക്കുന്നത്, ഇതെല്ലാം ശരിക്കും നമ്മുടെ ഒരു സിംബോളിക് വേയിൽ നമ്മളതിനെ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെയാണ് അല്ലേ? ഇതെല്ലാം നമ്മൾ പഠിച്ച് എന്നിട്ടൊരു കർമ്മമാർഗത്തിലേക്ക്, അതായത് നമ്മൾ ഈ ബേസിക് നോളജ് കിട്ടിയിട്ട് അത് കടന്ന് ജ്ഞാനമാർഗത്തിൽ നമ്മൾ എത്തണമെങ്കിൽ ലൈഫിൽ നമുക്ക് വേണ്ടുന്ന ബേസിക്സ് എല്ലാം നമ്മൾ ക്ഷേത്ര ദർശനത്തിൽ നിന്ന് പഠിച്ചാൽ അല്ലെങ്കിൽ ഭക്തി മാർഗത്തിലൂടെ കടന്നുപോയി അടുത്ത കർമ്മ മാർഗത്തിലേക്ക് എത്തിയാലും അത് കടന്ന് ജ്ഞാനം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കാം നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഗുരുക്കന്മാരുടെ ഒരു ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ അവരുടെ ഒരു പാതയും. കറക്റ്റ്. അത് അതിലേക്ക് എത്താനായിട്ട് ചുരുക്കം ആൾക്കാർക്ക് സാധിക്കുന്നുള്ളൂ ഇപ്പോഴും. മെജോറിറ്റി ഇപ്പോഴും ആ ക്ഷേത്ര ദർശനത്തിലും ഇതിലുമാണ്. പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ട്. ഇപ്പോഴും ഗുരുക്കന്മാരിലേക്കും ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അമൃത് നേരത്തെ പറഞ്ഞു നിർത്തിയ ആ ജ്ഞാനമാർഗത്തിലേക്ക് വരണമെങ്കിൽ ഒരു ഗുരു വന്നേ പറ്റും. കാരണം ഗുരു സത്യത്തെ അറിഞ്ഞ ആളാണ്. അവർ റിയലൈസേഷൻ കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ അവർ പറയുന്ന നോളേജ് ഒരു ഭക്തിമാർഗത്തിലൂടെ വന്ന ആളിന് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഭക്തിമാർഗം ഇല്ലാതെ ഒരാൾ ഗുരുവിൻ്റെ മുമ്പിൽ ചെന്ന് വിട്ടാൽ സംഭവിക്കുന്നത് ആ ഒരു ബ്ലൈൻഡ് ഫെയ്ത്തിലോട്ട് പോകും. ആ ഗുരുവാണ് അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ബിലീഫിലോട്ട് വരും. അതേസമയം ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് ഭക്തി മാർഗത്തിലുള്ള നോളജ് നേരത്തെ പറഞ്ഞ പോലെ അത് ആ വഴിയിലൂടെ വരുമ്പോഴത്തേക്കും
ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയാണ്, ആകസ്മികമായിട്ട് നമ്മൾ ഗുരുവിൻ്റെ ഫ്രണ്ടിൽ എത്തും. പക്ഷെ അത് സംഭവിക്കുന്നത് കുറച്ചാളുകൾക്ക് ഇപ്പോൾ സംഭവിക്കുന്നുള്ളൂ. ബ്ലെസ്ഡ് ആയിട്ടുള്ളവർക്ക് സംഭവിക്കും. അപ്പോൾ അവർ പിന്നീട് ഒരു പുതിയ റിയലൈസേഷനിലോട്ട് പോവുകയാണ് സ്പിരിച്വാലിറ്റിയിൽ. ഒരു ട്രാൻസ്ഫോർമേഷൻ. അതെ, ട്രാൻസ്ഫോർമേഷൻ അവിടെ വെച്ച് സംഭവിക്കും. അത് നിരന്തരമായിട്ട് ഗുരുവിൻ്റെ നോളേജ് കേൾക്കുകയും അത് സ്വയം ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഈ പറയുന്ന പോലെ ഗുരുക്കന്മാർ തരുന്ന പ്രാക്ടീസസ്, പല ഗുരുക്കന്മാരും പല രീതിയിൽ നമ്മളെ ഒരു അഭ്യാസത്തിലൂടെ കടത്തിവിടും. അപ്പോൾ അഭ്യാസമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഈ നോളേജ് ആണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയൽ കിട്ടും. ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. നോളേജിലേക്ക് പിന്നെ ജീവിക്കുവാൻ പഠിക്കും. ഇംപ്ലിമെന്റേഷൻ പാർട്ടാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നോളേജിൽ എങ്ങനെ ജീവിക്കാം. ആ നോളേജിൽ ജീവിക്കുന്നവരെല്ലാം എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും, അവർക്കൊരു ശാന്തത, പീസ്ഫുൾനെസ്സും ഒരു സന്തോഷവും, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ നമ്മൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുമല്ലോ, ഈ ജലസി, ഹേറ്റ്രഡ്, അതെല്ലാം ഈ ഗുരു വരുന്നതോടുകൂടി, ഗുരുവിന്റെ ജ്ഞാനത്തോടുകൂടി ഇത് എന്നെല്ലാം നമ്മൾ കുറെ മുക്തി നേടുക. പിന്നെ നമ്മൾ ആളുകളെ വളരെ സ്നേഹപൂർവ്വം, അനുകമ്പാപൂർവം ആളുകളെ നോക്കിക്കാണും. കാരണം ഗുരു ആദ്യം പഠിപ്പിക്കുന്ന നോളേജ് തന്നെ എല്ലാവരിലും ദൈവം ഉണ്ട് എന്നുള്ളതാണ്. എക്സാക്ട്ലി. നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട് എന്ന് ഗുരു മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ തന്നെ എന്താ നിങ്ങൾ ചെയ്യുക? ക്ഷേത്ര ദർശനത്തിന് എത്തി ക്യൂവിൽ നിന്നു ഡയറ്റിയുടെ മുമ്പിലെത്തും, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആ സമയം നിങ്ങളുടെ കൈ കൂപ്പി കണ്ണുകൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് നോക്കുന്നത്? അകത്തേക്കാണെന്ന് ഗുരു നമ്മളെ പഠിപ്പിക്കും. അത് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ദഹിക്കണമെന്നില്ല. പക്ഷെ ഒരു ഗുരുവിൻ്റെ ഒരുപാട് ഘട്ടങ്ങൾ കടന്ന് ഈ ഭക്തിമാർഗത്തിലൂടെ കടന്ന് എത്തിച്ചെന്നിരിക്കുമ്പോഴത്തേക്ക് അത് ഗുരു പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് കണക്ട് ചെയ്യും. ഇതാണല്ലോ വേണ്ടത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു ഗുരു നമ്മളൊരു അഭ്യാസത്തിലൂടെയും കടത്തിവിടും. ഒരു പോളിഷിങ്, ഒരു സോൾ പ്യൂരിഫിക്കേഷൻ എന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു മെന്റൽ എബിലിറ്റി ഒക്കെ അല്ലേ. അത് വളരെ ഷോർട്ട് ടൈമിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല ഇത്. ഇതിനൊരു ലോങ് ടൈം ഉണ്ട്. ചിലരിൽ ചിലപ്പോൾ പെട്ടെന്ന് സംഭവിച്ചിരിക്കും. ഡിപ്പെൻസ് ഓൺ അവരുടെ കർമ്മഫലം. അവിടെയൊക്കെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പം അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ഭക്തി മാർഗത്തിൽ നിന്ന് കർമ്മമാർഗത്തിലേക്ക് എത്താം. കർമ്മമാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻറ്റു ആക്ഷൻസ് എന്തൊക്കെ നമ്മൾ കർമ്മത്തിലൂടെ സത്കർമ്മങ്ങൾ ചെയ്യുന്നതായിരുന്നാലും, ഏതൊരു ഏരിയയിൽ വർക്ക് ചെയ്താലും അവിടെ ആ ഏരിയയിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളായിരുന്നാലും, എന്ത് കർമ്മങ്ങളായിരുന്നാലും രണ്ട് മാർഗത്തിലും നമുക്ക് കിട്ടാമല്ലേ. ഭക്തി എന്ന് പറയുന്ന മാർഗത്തിൽ നിന്നും നമ്മളൊരു കർമ്മയോഗിയായി മാറാം, എന്നാൽ ജ്ഞാനമാർഗത്തിൽ നിന്നും നമ്മളൊരു കർമ്മയോഗിയായി മാറിക്കൂടി. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വേ ഭക്തി മാർഗത്തിലേക്ക് എത്തുകയും പിന്നെ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിലൂടെ ജ്ഞാനം കിട്ടുകയും ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഒരു കർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പിന്നെ കർമ്മേച്ഛ ഇല്ല, അതായത് ഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യുന്ന അവസ്ഥയിൽ. അപ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഹയർ ഫോഴ്സിൽ, അതായത് പറയുന്ന ദൈവത്തിനാണ്, പക്ഷെ നമുക്കിവിടെ അതൊരു ഹോൾ യൂണിവേഴ്സൽ എനർജി ആയിട്ട് എടുക്കാം. ആ എനർജിയിൽ നമ്മളിത് സറണ്ടർ ചെയ്തിട്ട് ചെയ്യാൻ, ഒന്ന് അർപ്പിക്കാൻ. പിന്നെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഫലേച്ഛ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഡിസൈഡഡ് ബൈ ദ ഹയർ ഫോഴ്സ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം 100% ചെയ്യുക എന്നുള്ളതാണ്. 100% ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞിടത്ത് വീണ്ടും എത്തുന്നുണ്ട്. അതായത് നമ്മൾ അമ്പലങ്ങളിൽ ചെന്ന് ഓരോ നേർച്ചകൾ നടത്തുകയും അതിവിടെ ഒരു കണക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. അതായത് അവിടെ നമ്മൾ നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ നേർച്ചകൾ നേരുന്നു. അവിടെ ഒതുങ്ങിപ്പോകുന്നുണ്ട് പലയിടത്തും. എന്നുവെച്ചാൽ ഞാൻ നേർച്ച നേർന്നത് കൊണ്ട് ആ ഒരു ബ്ലൈൻഡ് ഫെയ്ത്തിലോട്ട് നമ്മളെത്തും. പക്ഷെ അത് ഈ അണ്ണം പറഞ്ഞതുമായിട്ട് രണ്ട് എക്സ്ട്രീംസ് ആണ്. അണ്ണം പറഞ്ഞത് ഇവിടെ നമുക്ക് ലാഭേച്ഛ ഇല്ലാതെ, പക്ഷെ അവിടെ നമ്മൾ ലാഭേച്ഛയോടുകൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെയും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് പ്രോസസ്സ്. അതായത് നമ്മൾ ഒരു ഇൻറ്റൻസ് ഡിസയറോടുകൂടിയാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. ഈ ഒരു സംഭവം എനിക്ക് കിട്ടണം എന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്. പക്ഷെ അത് ഇൻറ്റൻസ് ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, വേറെ ഒന്നും അവിടെ ഇല്ല. 100% ചോദിക്കുകയാണ്. അവിടെയും സംഭവിക്കുന്നത് നിങ്ങളുടെ 100% മനസ്സ്, നിങ്ങളുടെ മൈൻഡ് ആ സങ്കല്പയിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഒരു ഹയർ ഫോഴ്സിൽ അത് സറണ്ടർ ചെയ്തിട്ട് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. എക്സാക്ട്ലി സെയിം ആണ്. പക്ഷെ അതിൻ്റെ
ഇൻറ്റൻസിറ്റി എത്രത്തോളം ആയിരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട്. 100% എന്ന് പറഞ്ഞാൽ 1% പോലും സംശയം നമുക്കുണ്ടാവരുത്. ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ നിന്നും എനിക്ക് ഫലം കിട്ടുകയില്ല എന്ന് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. അതാണ് സീക്രട്ട്. അതായത് ചെയ്യുന്ന കാര്യം ചെയ്തു കഴിഞ്ഞു, ജസ്റ്റ് ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്, റിസൾട്ട് വിൽ കം. ആ രീതിയിൽ കർമ്മം ചെയ്യുമ്പോഴത്തേക്ക് നടക്കും. നമുക്ക് നല്ലതാണെങ്കിൽ അത് വന്നിരിക്കും, ഇല്ലെങ്കിൽ അത് കിട്ടുകയില്ല. അപ്പൊ ആ ഫലത്തിന്റെ റിസൾട്ട് വരുമ്പോഴും അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. മനസ്സിന്റെ ഒരു ആത്മബലം നമുക്ക് ഉണ്ടായിരിക്കണം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കൊരു BMW കാർ വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതിനുവേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പൈസ സമ്പാദിക്കുന്നുണ്ട്, നമ്മൾ പോയി പ്രാർത്ഥനയും ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിൽ, അർച്ചനയൊക്കെ ഇട്ടിട്ട് പലരും ചെയ്യാറുണ്ടല്ലോ. പക്ഷേ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് ആഗ്രഹമായിട്ട് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. കാരണം ചിലപ്പോൾ ഈ കാർ നമുക്ക് കിട്ടിയിട്ടായിരിക്കും എന്തെങ്കിലും അപകടം നമുക്ക് സംഭവിക്കാനായിട്ട്. അപ്പം നിങ്ങളുടെ നല്ല ഒരു രീതിയിലുള്ള പോക്കിന്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമില്ലാതെ പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ പ്രകൃതി നിങ്ങൾക്കായി ഒരുക്കി വയ്ക്കും. അപ്പം അത് എപ്പോഴും നമ്മൾ ആലോചിച്ചിരിക്കണം. നമുക്ക് ഡിസർവിങ് ആണെങ്കിൽ കിട്ടിയിരിക്കും. പക്ഷേ ചെയ്യുന്ന കാര്യം 100% ചെയ്യാം. അപ്പോൾ യു വിൽ ബി ഫ്രീ. നമുക്ക് ഒരു കണ്ടന്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം, സംതൃപ്തി, ഒരു ഫീവറിഷ്നെസ്സോ അതായത് അതിനുവേണ്ടി ഒരു ഓട്ടമോ ഒന്നും വേണ്ട. ചെയ്യേണ്ട കാര്യം 100% ചെയ്യുക, പിന്നെ വിട്ടുകൊടുക്കുക, ലെറ്റ് ഗോ എന്ന് പറയും, സറണ്ടർ എന്നാണ് അതിന്. പക്ഷെ അത്തരത്തിലൊരു മാനസികമായിട്ട് അത്തരത്തിൽ ഉയരണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഗുരുവിന്റെ സാന്നിധ്യം, എനിക്കും അത് റിയൽ ലൈഫിൽ ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ഗുരു എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല. പലർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ട്. പല ഗുരുക്കന്മാരെയും നമ്മൾ പേര് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് കാണുന്നുണ്ട് ഭാരതത്തിൽ. പക്ഷേ നമ്മളെ പുരാതനമായ ഋഷിമാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഗുരു സങ്കല്പം എന്ന് പറയുന്നത് ഗുരു ഒരു എനർജിയാണ്, ഗുരു തത്വം എന്ന് പറയും, ഗുരു കോൺഷ്യസ്നെസ്. അത് ഇപ്പം ഞാനും അമൃതും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ നിമിഷം. അപ്പോൾ ഈ നിമിഷം there is a higher power is responsible for all the activities happening in this universe. ഒരു ബിഗ് മൈൻഡ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അത് ആയിട്ട് നമ്മളൊരു കണക്ഷൻ കിട്ടണം നമുക്ക്, മനസ്സിലായില്ലേ? നമ്മൾ ഒരു കണക്ഷൻ അതിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പീസ്ഫുൾ ആവും. പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലാഭേച്ഛയില്ലാതെ 100% കർമ്മം ചെയ്തിട്ട് ലെറ്റ് ഗോ. നമുക്ക് വേണ്ടതാണെങ്കിൽ റിസൾട്ട് വരും, ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ കിട്ടാതിരിക്കുമ്പോഴും ഈ നോളജിലേക്ക് നമ്മൾ എത്തിക്കണം. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാനിതിനെ ശരിക്കും റിലേറ്റ് ചെയ്തത് ഞങ്ങളുടെ സബ്ജക്റ്റിൽ സിദ്ധ ഫിലോസഫിയിൽ ആണവം, കണ്മം, മായ എന്ന് പറയുന്ന 3 മുമ്മലങ്ങളെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന് ആയുർവേദത്തിൽ അല്ലെങ്കിൽ സിദ്ധയിലൊക്കെ നമുക്ക് നാഡി പരീക്ഷ ഉണ്ട്. അതായത് വാദം, പിത്തം, കഫം, ഇത് ഫിസിക്കൽ ബോഡിയുടെ കാര്യങ്ങളാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സോളിനെ സംബന്ധിക്കുന്ന ഒരു സംഭവമാണ് ഈ ആണവം, കണ്മം, മായ എന്ന് പറയുന്നത്. ഒരാൾ ജന്മം എടുക്കുന്ന സമയത്ത് വളരെ പ്യുവറാണെന്നാണ് പറയുന്നത്. അത് കുഞ്ഞെന്ന് പറയുന്ന ശ്രീകൃഷ്ണ സങ്കല്പമായിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു സിംബോളിക്കാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഈശ്വര രൂപം തന്നെ, ഇന്നസെൻ്റ് ആണ്. അവനിൽ മറ്റ് ദുഷിപ്പുകളൊന്നും വന്ന് ചേർന്നിട്ടില്ല. അപ്പം അത്രയും പ്യുവറായിട്ട് സമയത്താണ് നമ്മൾ ഈ ആദ്യ പടി ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കടക്കുന്നത്. ആ പടികൾ കടന്ന് കുറച്ച് മുന്നോട്ട് പോയി അവിടുത്തെ അനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിക്കുന്നു. ആ അനുഷ്ഠാനങ്ങൾ പാലിച്ചതിനോടൊപ്പം തന്നെ മനുഷ്യരുമായിട്ട് ഇടപഴകി ജീവിക്കാൻ തുടങ്ങുന്നു. അവിടെ നിന്ന് മറ്റുള്ളവരിൽ നിന്നാണ് നമുക്ക് ഈ ദുഷിപ്പുകൾ അല്ലെങ്കിൽ ചിന്തകൾ, ഈ പറയുന്ന ഈഗോ, ഇതെല്ലാം ഇമ്പ്യൂരിറ്റീസ് എല്ലാം അവിടെ നിന്നാണ് നമ്മളിലേക്ക് വന്ന് ചേരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് നമ്മളെ കുറേച്ച് മാറ്റി എടുക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത തലങ്ങളിലേക്ക് നമ്മൾ ഇതിനെ ഈ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റി എടുക്കാനായിട്ട് അവിടെയാണ് നമ്മൾ അടുത്തൊരു ഗുരുവിൻ്റെ വഴിയോ അല്ലെങ്കിൽ അവിടെ നമ്മൾ അറിവും കൂടെ നേടിയേ പറ്റത്തുള്ളൂ. അപ്പം എൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ടെന്നുള്ളൊരു ബോധം എനിക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇമ്പ്യൂരിറ്റീസിനെ ക്ലെൻസ് ചെയ്താൽ മാത്രമല്ല എനിക്ക് എന്നിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. വണ്ണം പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിലായിരുന്നാലും അതും ഒരു സിംബോളിക് വേർഷനാണ്. നമ്മൾ എന്തൊക്കെ അനുഷ്ഠിക്കണമെന്നുള്ളതിൻ്റെ ഒരു സിംബലൈസ്ഡ് വേർഷനാണ് ക്ഷേത്രം. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ കണക്ക്
എന്നെ ഗൈഡ് ചെയ്യാൻ ഒരാൾ ചിലപ്പോൾ വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ആകസ്മികമായിട്ടെണ്ണം പറഞ്ഞ പോലെ വഴിയാത്രയിൽ ഒരു ഗുരുവിനെ കണ്ടെത്തിയെന്ന് വരും. അപ്പോൾ എന്നിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കുറേശ്ശെ നമ്മളിലുള്ള ഈ ആണവം കണ്ണും മായയെ മാറ്റിത്തരാനായിട്ട് ഗുരു പരിശ്രമിച്ചെന്നിരിക്കും. അതാണെന്ന് പറഞ്ഞു ഗുരു ചെയ്ത് തരുന്ന ഫിസിക്കലി ഉള്ള എക്സസൈസ് അഭ്യാസവും വൈരാഗ്യവും. ഓക്കെ. മനസ്സിൻ്റെ ഫിസിക്കൽ ബോഡിയുടെ ആണോ ഉദ്ദേശിച്ചത്? അതാണ് ഉദ്ദേശിച്ചത്. അഭ്യാസം കൊണ്ട് ഫിസിക്കൽ മൈൻഡിനും ഡിസ്പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിലും ഒട്ടിപ്പിടിക്കുന്നില്ല, മനസ്സിലായില്ലേ? അതായത് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മാറി നിൽക്കുകയാണ് ഡിസ്പാഷൻ. അത് വലിയ ക്വാളിറ്റി, അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടും. വൈരാഗ്യം എന്ന് പറയും. അതിൽ ഇപ്പം നമ്മൾ എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും ഇത് രണ്ടുമാണ് പറയുന്നത്, അഭ്യാസവും വൈരാഗ്യവും. അത് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. പ്രാക്ടീസ് ആൻഡ് ഡിസ്പാഷൻ ലൈഫിലുണ്ടെങ്കിൽ യു വിൽ പോളിഷ് യുവർസെൽഫ്. അതിനൊരു ഗുരുവിൻ്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ്. കാരണം അവർ അതെല്ലാം കഴിഞ്ഞു വന്നവരാണ്. അവർക്ക് മാത്രമേ നമ്മൾ ആ നേർവഴിയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. ഗുരു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ് ഒരാളിൻ്റെ ജീവിതത്തിൽ. അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാണേണ്ടത് ഒരു ഗുരു എനർജി. അതിൽ നോളേജ് ഉണ്ട്. അതിൽ ആ നോളേജ് പല ഗുരുക്കന്മാരിലും അത് മാനിഫെസ്റ്റ് ചെയ്യാം അല്ലേ? അതെ അതെ, പല ഗുരുക്കന്മാരും പല രീതിയിൽ അവരുടേതായിട്ടുള്ള സിസ്റ്റമാറ്റിക് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കാം. പക്ഷെ അവർ പറയുന്ന വഴികളെല്ലാം ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടിയാണെന്നുള്ള ഒരു അറിവും കൂടെ നമുക്ക് ഉണ്ടാവണം. നോളേജ് ആൻഡ് വിസ്ഡം. വിസ്ഡം എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ്. അതായത് നമുക്ക് അറിവില്ലാതെ ഇരിക്കുന്ന നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആളാണ് ഗുരു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗുരുക്കന്മാർ തരുന്ന ആ വിസ്ഡം നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ദെൻ യു ഫീൽ ദാറ്റ് ഈസ് യെസ് യു ആർ ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഇൻ ദ സ്പിരിച്വാലിറ്റി. അപ്പോഴാണ് ആ പോളിഷിങ് നടക്കുന്നത്. ഒരു സോൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. അത് അത്യാവശ്യമാണ് എല്ലാവർക്കും. ഇപ്പം നേരത്തെ അമൃത് പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം. ഒരു കുഞ്ഞ് ജനിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്ത് അവൻ പൊല്യൂട്ട് ആവാൻ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് കൊണ്ടുപോയി നിർത്തുന്നത്. പക്ഷെ അതിൽ നിന്നും ആ പൊല്യൂഷനിൽ നിന്നും നമ്മളെ മാറ്റി വീണ്ടും ഒരു പ്യൂരിഫിക്കേഷനിലേക്ക് എത്തിക്കുന്നത് ഗുരു. ഒരു പരിധി വരെ നമുക്കൊരു റീബർത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതിന് നമ്മുടെ ഒരു എഫേർട്ടും കൂടെ അത്യാവശ്യമാണ്. എഫേർട്ട് ഒരു ആ നോളേജ് നമ്മൾ സ്വീകരിക്കാനും അത് നമുക്ക് ഉതകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനും പിന്നെ നമ്മൾ സൊസൈറ്റിയിൽ ആ രീതിയിൽ ജീവിക്കാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും പഠിക്കണം. അപ്പോൾ ഈ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുമ്പോഴുള്ള ഒരു റിസൾട്ട് എന്തെന്ന് വെച്ചാൽ നമ്മളിൽ വന്ന ആ പരിവർത്തനം നമ്മൾ ജീവിക്കുന്ന രീതി കാണുമ്പോഴത്തേക്ക് പലർക്കും മറ്റുള്ളൊരു ഇൻഫ്ലുവൻസ് ആവും. ഇറ്റ് ഈസ് കണ്ടേജിയസ്. അപ്പോൾ അവർ നമ്മളെ അടുത്ത് അന്വേഷിക്കും നിങ്ങൾ എന്താണ്. അപ്പോൾ അങ്ങനെ നോളേജിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റി ആൻഡ് ഏറ്റവും അൾട്ടിമേറ്റഡ് ആയിട്ടുള്ള ആത്മീയത എന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ദൈവമുണ്ട്, ഡിവൈൻ ലൈറ്റ് ഉണ്ട്. അതേ ഡിവൈൻ ലൈറ്റാണ് ഈ കാണുന്ന എല്ലാ ആളുകളുടെ ഉള്ളിലും ഉള്ളതെന്നുള്ള ഒരു ഓർമ്മ എല്ലായ്പ്പോഴും. അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവമാണ്. പക്ഷെ അത് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ആ നോളേജ് കിട്ടുകയാണ്, അവയർനെസ് വരെയാണെങ്കിൽ. സോ യു വിൽ ബിഹേവ് ഇൻ എ വെരി കമ്പാഷനേറ്റ് വേ ടു ദ പീപ്പിൾ അറൗണ്ട് യു. നമുക്കൊരു അനുകമ്പ, സ്നേഹം. കാരണം പ്രവൃത്തികൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷേ യു ഫീൽ ദാറ്റ് ഈസ് ദേ ആർ ഓൾസോ ഹാവിങ് ദ ഡിവൈൻ ലൈറ്റ്സ് ഇൻസൈഡ്. അപ്പോൾ അതുകൊണ്ട് ഈ വയലൻസ് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് തിരിയില്ല. അപ്പോൾ അതിനാണ് ഈ ഗുരു എനർജി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലേക്ക് എത്തുമ്പോഴാണ് അൾട്ടിമേറ്റ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത്. പക്ഷെ അതിപ്പോൾ കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിലാണ് നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങിയത്. അപ്പം അതിലേക്ക് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ ഞാൻ പറഞ്ഞ കണക്ക് ഈ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് അത് അവിടെ അങ്ങ് ഒതുങ്ങിപ്പോയാണ്. ഈ ജ്ഞാനപ്പാനയിലും കണ്ട് ഇതുപോലെ ഒരു കോട്ട് വരുന്നുണ്ട്. ജ്ഞാനപ്പാനയിലാണോ എന്ന് എനിക്കറിയത്തില്ല. അതായത് എത്രയോ കാലങ്ങൾ ക്ഷേത്രങ്ങൾ അലഞ്ഞ് എത്രയോ ജന്മങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് നീ അലഞ്ഞ് എന്നിട്ടും ഒരു കൺക്ലൂഷൻ എത്താതെ നമ്മൾ ഈ പറഞ്ഞ ഒരു സിമ്പിൾ റൂട്ടാണ്, പക്ഷെ ആ വഴിയിലേക്ക് എത്താതെ മറ്റു വഴിയിലേക്ക് ഇങ്ങനെ നിഷ്ഠകളും കാര്യങ്ങളുമായിട്ട് എല്ലാ നിഷ്ഠകൾ വേണം ഈ വഴിയിലെത്താൻ, അത് കറക്റ്റാണ്. പക്ഷെ എങ്കിലും അവിടെ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് പോലെ ആ വഴിയിൽ മാത്രം കിടന്ന് ഉഴലുന്ന മനുഷ്യരെന്ന് കണ്ടാണ് ആ വഴി വരുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ ഹോൾ വേൾഡ് എടുക്കുകയാണെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട് ആളുകളുടെ ഉള്ളിൽ. പലരും ഇപ്പോൾ വെസ്റ്റേൺ ആൾക്കാർ തന്നെ ഇവിടെ നമ്മളെ ഇന്ത്യയിൽ വന്ന്
ഇതിനുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ അതെ. അവരും വരുന്നത് ഈ ഭക്തിമാർഗത്തിൽ കൂടിയല്ല അവർ വരുന്നത്. അവർ ഡയറക്റ്റ് കാര്യം അവർക്ക് മെന്റൽ സ്ട്രെസ് ആണ് അവർക്ക് കൂടുതൽ ബാധിക്കുന്നത്. അപ്പം ഇതിന് ഹീലിംഗ് കിട്ടും പെട്ടെന്ന് ഇവിടെ. അപ്പൊ അവരിവിടെ വന്നിട്ട് ഈ സ്പിരിച്വാലിറ്റി എന്താണെന്ന് അങ്ങനെയുള്ളവരല്ലേ ബ്ലൈൻഡ് ഫെയ്ത്തോടുകൂടി ഒരാളിന്റെ ഗുരു വർഷിപ്പേഴ്സായി മാറുന്നവരുണ്ട്. അങ്ങനെ അതും സംഭവിക്കുന്നുണ്ട്. കറക്റ്റാണ്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇനിയും വാസ്റ്റ് ആണ്. നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇതെല്ലാം ആദ്യമേ പറഞ്ഞു വെച്ചത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ എത്രയോ മുമ്പ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് വേൾഡ് വൈഡ് ഒരു അവയർനെസ്സിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ചിക്കാഗോ സ്പീച്ച് എല്ലാം ഉദാഹരണമാണ്. എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇനിയും വളരെ ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതൊരു ഒരു ഒരു പരിണാമമാണല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ആത്മീയത എന്ന് പറയുന്ന ഒരു പരിണാമമാണ്. കറക്റ്റ്. അതെല്ലാവരും പെട്ടെന്ന് പരിണമിക്കത്തില്ല. ഇല്ല. സൊസൈറ്റി ഒരിക്കലും അത് നമുക്ക് ആവശ്യപ്പെടാനും അസാധ്യമല്ല. ഒരു ഗുരു പ്രയത്നിച്ചെന്ന് വെച്ചാൽ അതിന് റിസൾട്ടും കിട്ടണമെന്നില്ല. ഇല്ല. അതെ. നിങ്ങൾ ബ്ലെസ്ഡ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്ത് നിങ്ങളിൽ അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ അതിലേക്ക് ആവണം നമ്മുടെ യാത്ര എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെ ഇവിടെ വി ആർ ബ്ലെസ്ഡ്, ഒരു പരിധി വരെ വി ആർ ബ്ലെസ്ഡ്. കാരണം നമുക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, അനേകം ഗുരുക്കന്മാർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ നമ്മളിവരെയൊക്കെ വഴിയിൽ എത്താതിരിക്കത്തില്ല. ഇപ്പം അത് നമ്മൾ UN എടുത്തു കഴിഞ്ഞാലും അവരും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെയുള്ള സമാധാനത്തിന് ഇപ്പോഴും യോഗ തന്നെ യോഗ ഡേ പ്രഖ്യാപിച്ചു. ഇപ്പം ധ്യാനം വേൾഡ് മെഡിറ്റേഷൻ ഡേ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡിസംബറിൽ ഒരു ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വേൾഡ് വൈഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കാണ് ഇതിനുള്ള ഏറ്റവും വലിയ സാധ്യത. കാര്യം ആ സ്പിരിച്വൽ ഫ്ലേവർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇവിടെ ഋഷിവര്യന്മാർ എത്രയോ തപസ് ചെയ്തിട്ടുള്ള ഭൂമിയാണിത്. അപ്പം അതിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളിലൊരു പരിവർത്തനം, നേരത്തെ അമൃത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിണാമം സംഭവിക്കുകയുള്ളൂ. അപ്പം അതിലേക്കുള്ള ഒരു ദർശനമാവട്ടെ നമ്മളെ ഈ സംസാരം. നമുക്ക് ഇനിയും ഇത് ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇതൊരു സത്സംഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇത് നമ്മൾ സത്യത്തിൽ ഇപ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിലോട്ട് നമ്മൾ സംസാരിച്ച് വന്നതേ ഉള്ളൂ. അതെ. അപ്പം നമുക്ക് ഇതുപോലെ മറ്റൊരു അവസരത്തിൽ ഇതിപ്പോൾ നമ്മൾ മുനി നാരായണ പ്രസാദ് പാട്രണായിട്ടുള്ള വർക്കലയിലെ ഗുരുകുലത്തിലാണുള്ളത്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിതങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു ബ്ലിസ്ഫുൾ ഡിസ്കഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു സത്സംഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.